നമസ്കാരം. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും യോഗ പരിശീലിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. യോഗയിൽ നിന്നുള്ള അന്തരീക്ഷവും ഊർജവും അനുഭവവും ഇന്ന് ജമ്മു കാശ്മീരിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീനഗറിൽ 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗ അഭ്യസിക്കുന്നവരുടെ എണ്ണം ലോകമെമ്പാടും വർദ്ധിക്കുകയാണെന്നും യോഗയുടെ ആകർഷത്വം നിരന്തരം വർദ്ധിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. യോഗയുടെ പ്രയോജനവും ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം തന്റെ ആശയവിനിമയ വേളയിൽ യോഗയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഒരു ലോക നേതാവ് പോലും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ലോക നേതാക്കളും എന്നോട് ആശയവിനിമയം നടത്തുമ്പോൾ യോഗയിൽ അതീവ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും യോഗ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയെന്നും അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. ലോകമെമ്പാടും യോഗയുടെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നതിലേക്ക് വെളിച്ചം വീശിയ പ്രധാനമന്ത്രി 2015 തുർക്കിസ്ഥാനിൽ സന്ദർശന വേളയിൽ യോഗാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഉദ്ഘാടനം ചെയ്ത കാര്യവും അദ്ദേഹം ഈ വേളയിൽ അനുസ്മരിച്ചു. യോഗ ഇന്ന് ആ രാജ്യത്ത് വളരെ പ്രചാരത്തിലായിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. തുർക്ക്മെനിസ്ഥാനിലെ വൈദ്യശാസ്ത്ര സർവകലാശാലയിൽ യോഗ ചികിത്സ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സൗദി അറേബ്യ ഇത് അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാക്കിയിട്ട് മംഗോളിയൻ യോഗ ഫൗണ്ടേഷൻ നിരവധി യോഗ വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. യൂറോപ്പിൽ യോഗയ്ക്ക് ലഭിച്ച സ്വീകാര്യതയെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ഇതുവരെ 1.5 കോടി ജർമ്മൻ പൗരന്മാർ യോഗ പരിശീലകരായി മാറിയെന്നും വ്യക്തമാക്കി. ഒരിക്കൽ പോലും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ലെങ്കിലും യോഗയ്ക്ക് നൽകിയ സംഭാവനകൾ മാനിച്ച് 101 വയസ്സുള്ള ഫ്രഞ്ച് യോഗാധ്യാപികയ്ക്ക് ഇന്ത്യ ഈ വർഷം പത്മശ്രീ നൽകി ആദരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യോഗ ഇന്ന് ഗവേഷണ വിഷയമായി മാറിയെന്നും നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ യോഗയുടെ വികാസത്തിലൂടെ യോഗയെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റാനായി. യോഗ ധ്യാന കേന്ദ്രങ്ങൾ, സുഖവാസ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങളിലും ഹോട്ടലുകളിലും യോഗയ്ക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ, യോഗ വസ്ത്രങ്ങളും ഉപകരണങ്ങളും, വ്യക്തിഗത യോഗ പരിശീലകർ, യോഗ ഏകാഗ്രത സൗഖ്യ സംഭരണങ്ങൾ നടത്തുന്ന കമ്പനികൾ എന്നിവയെക്കുറിച്ച് എല്ലാം അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇവയെല്ലാം യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിലെ പ്രത്യേകിച്ച് ശ്രീനഗറിലെ ജനങ്ങളുടെ യോഗയോടുള്ള ആവശ്യത്തെ പ്രതികരിച്ച് പ്രധാനമന്ത്രി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് ഇത് വേദിയൊരുക്കുമെന്നും പറഞ്ഞു. മഴക്കാലം വകവയ്ക്കാതെ മുന്നിട്ടിറങ്ങിയ പിന്തുണ പ്രകടിപ്പിച്ച ജനങ്ങളുടെ മനോഭാവത്തെയും അദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ 50,000 മുതൽ 60,000 വരെ ജനങ്ങളെ യോഗ പരിപാടിയുമായി സഹകരിക്കുന്നത് വലിയ കാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതായത് ഈ യോഗയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വലിയൊരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനിയും യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് മോദിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും യോഗയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നിർണായകമായ ഒരു നീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.